ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നതും നടത്തിയതും എന്നോട് ആലോചിക്കാതെയാണ്. നിങ്ങളുടെ എല്ലാ വോട്ടും വാങ്ങി അധികാരത്തിൽ വന്ന ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എന്റെ വീട് എനിക്ക് വിട്ടുകിട്ടണം, അത്ര മാത്രമേ എനിക്ക് പ്രസിഡന്റിനോട് പറയാനുള്ളൂ. അപ്പോൾ പ്രേതങ്ങളെയും ചാത്തിനെയും ഒക്കെ പറഞ്ഞു വിട്ടത് പിള്ള തന്നെയാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെയൊക്കെ പുറകിൽ ഈ കണിയാനും ചന്തു പണിക്കരുമായിരുന്നു. പിള്ളേച്ചൻ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. അത്രയോ ഞങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രലോഭിപ്പിച്ചു. ഞങ്ങൾ നിരപരാധികളാണ്. നിന്റെയൊക്കെ സസ്പെൻഷൻ ഞാൻ ശരിയാക്കി തരുന്നുണ്ടോ? മൂപ്പിനെ ഞങ്ങൾക്ക് ഇനി മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല. ആ, എന്റെ കൈകൊണ്ട് വിറ്റ് കഴിഞ്ഞ വീട് വീണ്ടും തിരിച്ചു ചോദിക്കേണ്ട ഉദ്ദേശം? സ്വപ്നം. ആ, സ്വപ്നം. സ്വപ്നത്തിൽ പരദേവതകൾ വന്ന് എന്നെ കിടത്തി പൊറപ്പിക്കുന്നില്ല. ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഉടൻ വീട് തിരിച്ചു വാങ്ങണം എന്നാണ് കാണുന്നത്. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ടാണല്ലോ വീട് വിറ്റത്. ഈ പ്രശ്നം എന്ന് പറയുന്ന സാധനം ഓരോ തവണയും ഓരോ രീതിയിലാണോ? ആണോ? അത് പ്രശ്നം വെച്ച് എരപ്പാളയോട് ചോദിക്കണം. എന്താണോ പ്രശ്നത്തിൽ കാണുന്നത്? എന്താ പ്രശ്നത്തിൽ കാണുന്നത്? അതായത് ഈ പ്രശ്നത്തിൽ കാണുന്നവർ ഈ എത്രയും വേഗം ഈ വീട് വിട്ടു കിട്ടിയില്ലെങ്കിൽ പുതുശ്ശേരി തറവാടിൽ പല ജീവനാശങ്ങളും സംഭവിക്കാൻ ഇടയുണ്ടെന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ കാണുന്നത്. ഇയാൾ വെറും നുണയനാണ്. ഞാൻ ആവശ്യപ്പെടുമ്പോ സംസാരിച്ചാൽ മതി. എന്ത് വന്നാലും വീട് തിരിച്ചു കൊടുക്കാൻ ഒക്കില്ല. അത്രമാത്രം അയാൾ ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്റെ മരണം കൊണ്ടേ അത് അവസാനിക്കൂ. ഇറങ്ങി പോടോ. അത് പറയാനുള്ളവർ പറയട്ടെ. ആരും മിണ്ടരുത്, ആരും മിണ്ടരുതെന്ന്. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? ഇത്രയും ആയ സ്ഥിതിക്ക് രണ്ടിലും നിറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ. എങ്കിൽ ഒരു ചോരപ്പുഴ ഇവിടെ ഒഴുകും. ഓഹോ, താനാണോ ഒഴുക്കുന്ന ആള്? കിട്ടിയതൊന്നും പോരായിരിക്കും. എവിടെ നിന്ന് കിട്ടി? എന്റെ കൈ കരുതുക മനസ്സിലാക്കിയിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് അടിയടാ അവനെ. ആരെ? ആരെ വേണമെങ്കിലും അടിക്കട്ടെ, നമുക്കെന്ത് പൂജ. രണ്ട് ഭാഗവും ഇങ്ങനെ വാശി പിടിച്ചാൽ സംഗതി കൂടുതൽ വഷളാവുകയുള്ളൂ. ഞാൻ എന്റേത് മാത്രമായ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അതായത് പുതുശ്ശേരി തറവാട് എന്തൊക്കെ പറഞ്ഞാലും ഇരവി രാമപിള്ളയുടേതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അത് ദാസൻ മാസ്റ്റർ കൈമാറിയിരിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ദാസൻ മാസ്റ്റർക്ക് താമസിക്കാൻ വേറൊരു വീട് ഇരവി രാമപിള്ള സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നേ തെറ്റില്ല. വേറൊരു വീട് ശരിയാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വീട് ഒഴിയുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറയാം. വേറെന്തോന്ന്? തന്റെ അമ്മായി അമ്മയുടെ കല്യാണം. അയ്യോ, ദയവ് ഇത് പ്രശ്നം വഷളാക്കരുത്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അത് നിങ്ങളാരും മറക്കരുത്. മറക്കും. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ വീട് തിരിച്ചെടുക്കും. എന്ത് വില വന്നാലും വീട് തിരിച്ചു തരില്ല. ഈ നാട്ടിലെ തൊഴിലാളി വർഗം ദാസൻ മാസ്റ്റർ പുറകെ അണിനിരന്ന് കഴിഞ്ഞു. ഞാൻ എന്റെ അവസാനത്തെ നിർദ്ദേശം പ്രസിഡന്റ് മുമ്പാകെ വെക്കുകയാണ്. എല്ലാവരും കേട്ടോളി. പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ള ഇപ്പോൾ താമസിക്കുന്ന പുത്തൻ പുതിയ കോൺക്രീറ്റ് വീട് ഈ പുതുശ്ശേരി തറവാട്ടിന് പകരമായി ദാസൻ മാസ്റ്റർക്ക് കൊടുക്കുന്നതാണ്. പ്രസിഡന്റ്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക, തീരുമാനിക്കുക. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? എന്തിനാണ് ഈ മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? ഇപ്പോഴുള്ള ഈ നിർദ്ദേശം ഞാൻ പരിഗണിക്കുകയാണ്. പക്ഷേ നിയമപ്രകാരം വ്യക്തമായ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുകയുള്ളൂ. നാളെ തന്നെ വീടിന്റെ രജിസ്ട്രേഷൻ നടത്താൻ ഞാൻ ഒരുക്കമാണ്. ഐ ആം റെഡി. ദാസേട്ടാ, ഈ വീടിന്റെ വില ദാസേട്ട മറന്നോ? നീ ഒന്നും മിണ്ടാതിരിക്കെ. മറ്റൊരാളുടെ ശാപമുള്ള വീട് നമുക്ക് വേണ്ട. താമസിക്കാൻ പുതിയൊരു വീട് കിട്ടുകയും ചെയ്യുമല്ലോ. ഇത് അവസാന തീരുമാനമായി കരുതാവോ? എനിക്ക് സമ്മതമാണ്. എനിക്കും ഇത് നല്ല തീരുമാനമാണ്. എങ്കിൽ നാളെ തന്നെ രജിസ്ട്രേഷൻ. പിള്ളേച്ച് ഇങ്ങോട്ട് വാ. നാളെ തന്നെ ഞാനും കുടുംബവും ഇങ്ങോട്ടേക്ക് മാറും. നോക്കണോ, എനിക്കും അയാളെ തീരെ വിശ്വാസമില്ല. വർഷം കുറെ ഞാൻ അയാൾക്ക് വേണ്ടി ചിരക്കാൻ തുടങ്ങിയിട്ട്. വീട് വിറ്റ് കൊടുത്താൽ 1000 തരാം, 10,000 തരാം എന്നൊക്കെയാ പറഞ്ഞത്. 1000 വേണ്ട, 10,000 വേണ്ട. ഒരു ബീഡിക്കുള്ള കാശ് 10 പൈസ. തെണ്ടിയുടെ മോൻ. അയാളെ നിധി കുഴിച്ചെടുക്കട്ടെ, അപ്പൊ കാണാം. അങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല. നാളെ രാത്രി 12 മണിക്ക് ശേഷം നിധി കുഴിച്ചെടുക്കുന്ന അയാൾ പറഞ്ഞത്. നീ ധൈര്യമായിട്ട് നില്ലേ. നിധി കുഴിച്ചെടുത്ത ഉടനെ നിധി വേറെ കഴിച്ചു ഓടുന്ന കാര്യം. അപ്പൊ ഞാനോ?
അവസാനം ഞാൻ ഗോപി വരയ്ക്കണം. അത് നീ വരച്ചോ? ഏ? പറഞ്ഞ അതായത് ആരും അറിയാതെ നിധി തുല്യമായി വീതിച്ചെടുത്ത് നമുക്ക് കാട് വിടാം. ഇതൊക്കെ നടക്കുവോ? നടത്തി കാണിച്ചു തരാം. ഈശ്വര, ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടാ മതി. ഇങ്ങനെയാണോ വെള്ളം വറ്റിക്കുന്നേ? എന്റെ പൊന്നു മുതലാളി, ഈ വെള്ളം ആറ്റി തന്നാലേ കുളത്തിലെ വെള്ളം വറ്റൂ. എടോ കളിതമാശ കള. ഇപ്പൊ നേരം വെളുക്കും. നോക്കി നിൽക്കാതൊന്ന് സഹായിക്കണോ? പ്രശ്നം വെക്കല്ലാതെ ദേഹം എനിക്ക് ശീലമില്ല. വേണ്ട, തനിക്കടോ. നടുവ് കൊളുത്തിയപ്പോഴാ പാത്രം ഞാൻ തോമയെ ഏൽപ്പിച്ചു. അതുവരെ ഞാനാ കോരിയത്. നോക്കി നിൽക്കാതെ കോരോ. ഒന്ന് വേഗം കോരടോ. ആ കോരുന്നൊന്ന് വേഗം ആയിക്കോട്ടെ. ഒന്നൊന്ന് വേഗം ആയിക്കോട്ടെ. അപ്പഴേ മുരളി, പുറത്തേക്കൊരു കണ്ണ് വേണം. ശനിയുടെ ദൃഷ്ടിയുള്ളതാ, ശത്രുക്കൾ കൂടും. അതെ അതെ, അതല്ലേ ഞാൻ ഒരിടത്തും അടങ്ങിയിരിക്കാത്തത്. എന്റെ ശനി കുഴക്കല്ലേ. തോമ, തോമ, മോനെ തോമ, തോമ. അവൻ വല്ലാതെ ക്ഷീണിച്ചു. നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കാണല്ലോ. കുടിക്ക് തോമ. പഞ്ഞത്തരം കളിക്കരുത്. തോമ, അവിടെ വെള്ളം കോരോ. വെള്ളം കോരോ. വെള്ളം കോരട്ടോ. വെള്ളം കോരാ. വെള്ളം വെള്ളം വെള്ളം. വെള്ളം തീർന്നു മുതലാളി. മധ്യേ കമലധളം. മുഖ മുഖ പാഴ കൊണ്ടുവാ. പാഴ വെട്ടി പൊളിക്കാൻ. പാഴ. എല്ലാരും കൂടെ അവസാനം എനിക്കിട്ട് പാര വെക്കുവോടോ അന്തുവേ. കൂടപ്പറപ്പുകൾ എങ്ങനെ വിശ്വാസം ഇല്ലാണ്ടായ എങ്ങനെയാ പിള്ളേച്ച? അങ്ങനെ ഒരു അത്യാർത്ഥി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ മാഷെ കൂട്ടുപിടിച്ച് ഞങ്ങളിത് വെട്ടി പൊളിക്കില്ലായിരുന്നോ? നിധിയുടെ പൊടി പോലും മുതലാളി കാണില്ലായിരുന്നു. അത് ന്യായം. എടുത്തു കൂടെ ചന്തുവേ. തോമ, ആ, 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 ആ. ആഞ്ഞു വെട്ടിക്കോളൂ. എന്റെ കർത്താവേ, ഈശ്വര, കുഴിച്ചു ചെല്ലുമ്പോ ഒന്നും കിട്ടിയില്ലെന്ന് വന്നാ നിങ്ങൾ എന്നെ ആ കുഴിയിലിട്ട് മൂടിക്കോണം. പകുതി കള്ളം പറയില്ല മുതലാളി. കൂടിയ 3 അടി താഴ്ച. സൂര്യപ്രഭോ നിധി. സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ നിധികുംഭം ഇങ്ങനെ പൊങ്ങി വരും എന്ന് പ്രമാണം. എന്നാ ഐശ്വര്യമായിട്ട് തുടങ്ങടോ തോമാ. എന്റെ ഈശോ. നിക്ക് നിക്ക്, ഏ? വെട്ടാൻ വരട്ടെ. വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ, എന്നാലും ഒന്ന് ഓർപ്പിക്കാനാ. ഉരുപ്പിടി കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേച്ചൻ പറഞ്ഞ വാക്ക്. എനിക്ക് അതിമോഹം ഒന്നുമില്ല ദൈവമേ. പറഞ്ഞ വാക്ക് 3-1 എനിക്കത് മതി. എന്റെ ഒരു മോളാണ് സത്യം. 3-1. അപ്പൊ പിന്നെ തോമായോ? അതും ഓർമ്മയുണ്ട് മോനെ. 10 സെന്റ് പുരയിടവും ഓടിട്ട ഒരു വീടും കള്ള് ഷാപ്പിനടുത്ത്. ആ.
കേറി പൊടിയകത്ത്. ഒരെണ്ണത്തിന്റെ തല പുറത്ത് കണ്ടുപോലും വിട്ട് ഞാൻ കൊടാനിക്കും. ആവശ്യമുള്ളപ്പോ വിളിക്കല്ല.